ഹലോ നമസ്കാരം. അങ്ങനെ 6 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ എമ്പുരാൻ L2 ലൂസിഫറിൻ്റെ 2ാം ഭാഗമായ എമ്പുരാൻ ഇന്നലെ റിലീസായി. കണ്ടവരും കാണാത്തവരും ആയിട്ടുള്ള ഒരുപാട് പേര് പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട്. ഞാനൊന്നും ചെവിക്കൊണ്ടില്ല. ഞാൻ ഈവൻ ട്രെയിലർ പോലും അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കണ്ടില്ല. കാരണം എനിക്ക് പടം ഫ്രഷ് ആയിട്ട് തന്നെ കാണണമെന്നുണ്ടായിരുന്നു. ഒന്നും അറിയാതെയൊക്കെയാണ് ഞാൻ പോയത്. പക്ഷേ എന്നിട്ട് എത്രയൊക്കെ ചെവി പൊത്തിപ്പിടിച്ചാലും അവിടുന്ന് ഇവിടുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കേൾക്കും. അങ്ങനെ മിക്സഡ് റിവ്യൂ ആണ് ഞാൻ കേട്ടത്. നല്ലതെന്ന് പറയുന്നവരുമുണ്ട്, ഒട്ടും കൊള്ളില്ല എന്ന് പറയുന്നവരുണ്ട്, ആവറേജ് എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ ഫിലിം മേക്കിംഗ് വൈസ് നോക്കിയാൽ എബോ ആവറേജ് മൂവിയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഇതുവരെ ഇതേപോലെയുള്ള ഫ്രെയിമുകൾ, ആ കളറിങ് ആയിക്കോട്ടെ, ആ സിനിമാറ്റോഗ്രഫി ആയിക്കോട്ടെ, എവ്രിത്തിങ് ഓൾ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയായിട്ട് നല്ല കേടുമായിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം ആ ഹെലികോപ്റ്റർ സീനും മോഹൻലാലിൻ്റെ ഇൻട്രോ സീൻ ആയിക്കോട്ടെ, നമുക്ക് എടുത്തെടുത്ത് പറയാനുള്ള ചില സീനുകൾ അടിപൊളിയാണ്. അതായത് ഫസ്റ്റ് ഹാഫ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ബ്ലാസ്റ്റിംഗ് സീനും ഒരു ആർമി അങ്ങനത്തെ ഒരു, ഞാനത് പറയുന്നില്ല, ഒരു ചെറിയ ബ്ലാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ മേക്ക് ചെയ്തിരിക്കുന്നതും ആ ഒരു ലൊക്കേഷനും ആ ഒരു ലൈറ്റ്നിങ്ങും ഒരു വാം ടോണിലാണ് അതെല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു സിറ്റുവേഷൻ നമ്മളെ അങ്ങ് പിടിച്ചുകൊണ്ട് പോവാണ് ഫിലിം. ഇത് നമ്മൾ ഈ ലൂസിഫറിൻ്റെ 2ാം ഭാഗം തന്നെ ആണോ അതോ ഇതൊരു ഹോളിവുഡ് ഫിലിമാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളെ ഫിലിം കൊണ്ടുപോകുന്നത്. നല്ല എൻഗേജിങ് ആയിരുന്നു. അതിനുശേഷമുള്ള ഒരു നമ്മുടെ പിന്നെ എസ്പെഷ്യലി ഇതിനകത്ത് വില്ലൻ്റെ കാസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട്, എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം മറ്റേ വേലായുധ സിനിമയിലെ വില്ലൻ ഉണ്ടല്ലോ, പുള്ളിയാണ് ഇതിനകത്ത്. എനിക്ക് അയാളെ കാണുമ്പോൾ ആദ്യം ആ വേലായുധ സിനിമയാണ് ഓർമ്മ വരുന്നത്. എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ പേഴ്സണലി എനിക്ക് അയാൾ ഒഴികെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇമ്പാക്റ്റ് ഫീൽ ചെയ്തേനെന്ന് തോന്നുന്നു. പിന്നെ അവിടുത്തെ ആ സെയ്ദ് മസൂദിൻ്റെ പഴയ ചരിത്രം കാണിക്കുന്ന സമയത്ത് അച്ഛനെ അമ്മയൊക്കെ കൊല്ലുന്നതും ആ ഒരു കുറച്ച് നല്ല ബ്രൂട്ടാലിറ്റി ഉള്ള സീനാണ് ഫസ്റ്റ് കാണിച്ചു പോകുന്നത്. ആ ഒരു ഏരിയയൊക്കെ അങ്ങോട്ട് കണ്ടപ്പോഴത്തേക്ക് ഫിലിം നല്ല ഹൈയിൽ അങ്ങോട്ട് കയറി ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും തോറും രാഷ്ട്രീയവും കുറേ മൈക്കും പ്രസംഗവും സുരാജും ഒക്കെ വരുമ്പോഴത്തേക്ക് എന്തോ ഫിലിം അങ്ങോട്ടൊരു റബ്ബർ ബാൻഡ് പോലെ അങ്ങോട്ട് വലിയാൻ തുടങ്ങി. അങ്ങോട്ട് ഇപ്പം തുടങ്ങും. അതൊരു ലാലേട്ടൻ വരുന്ന സമയം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇൻ്റർവെല്ലോട് അടുക്കുമ്പോഴാണ് ലാലേട്ടൻ വരുന്നത്. ആദ്യത്തെ കുറേ ഭാഗങ്ങളിലൊന്നും ലാലേട്ടൻ ഇല്ല. അപ്പം ഈ സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് പോവുകയാണ്. പക്ഷെ അതിൽ നല്ല ലാഗ് ഫീൽ ചെയ്തു. പിന്നെ ഇൻ്റർവെൽ പഞ്ചൊന്നും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കില്ല ആർക്കും. ഒരു സിനിമയുടെ ഇൻ്റർവെൽ പഞ്ചൊക്കെയാണ് നമുക്ക് അടുത്ത ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നൊരു സസ്പെൻസിലോ അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റിൽ കൊണ്ട് നിർത്തുന്നതിലാണ് ശരിക്കും ഒരു ഡയറക്ഷൻ വൈസ് നമ്മളെ ത്രസിപ്പിക്കുന്നത്. പക്ഷേ ഇതെന്തോ ഇൻ്റർവെൽ പഞ്ചൊന്നും അത്ര എനിക്ക് ഒന്നും ഫീൽ ചെയ്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇൻ്റർവെല്ലിന് ശേഷമായിരിക്കും ഇനി അടിപൊളിയായിരിക്കുന്നു. പക്ഷേ ഇൻ്റർവെല്ലിന് അതിനു മുന്നേ ലാലേട്ടൻ്റെ ഇൻട്രോ സീന് കിഡുവായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കിഡു എന്ന് വെച്ചാൽ ഹെലികോപ്റ്ററെ കൊണ്ടുവന്നങ്ങ് തള്ളാണ്. ഹെലികോപ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടുന്നൊക്കെ വരികയാണ്. ബോംബ് ബ്ലാസ്റ്റിങ്, കത്തിക്കുന്ന തീ വരുന്നു, ലാലേട്ടൻ തീയുടെ ഇടയിൽ ഇറങ്ങി വരുന്നു. പുള്ളിക്കാരൻ്റെ സ്ക്രീൻ പ്രസൻസ് ആയിട്ട് നല്ല പണം പണിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഇൻട്രോ സീന് ഖുറേഷി എബ്രഹാമിന് ആ ഒരു ഡെപ്ത് അതിനകത്ത് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഈ ഖുറേഷി എബ്രഹാമിൻ്റെ അയാൾ എന്തായിരുന്നു, എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു ഭയങ്കരമായൊരു ഡെപ്ത് അതിനകത്ത് ഫീൽ ചെയ്തിട്ടാണ് പുള്ളിയെ കൊണ്ടിറക്കുന്നത്. പുള്ളിയുടെ കൂടെ നിൽക്കുന്ന ആ ഫയറിങ് സീനുകളൊക്കെ ആയിക്കോട്ടെ ഭയങ്കര. ലാലേട്ടന് സത്യം പറഞ്ഞാൽ ഒരു ഡയലോഗ്സ് എന്ന് പറയുന്നത് വളരെ ചുരുക്കം ഡയലോഗ്സുള്ളൂ. പുള്ളി മിണ്ടണില്ല. പുള്ളിക്ക് ഏതോ ഒരു റിവ്യൂവിനകത്ത് പുള്ളിക്കാരൻ കിടന്ന് വേളം വയ്ക്കുന്നുണ്ട്, ലാലേട്ടന് ഡയലോഗ് കൊടുത്തില്ല. സത്യമാണ്, പുള്ളിക്ക് ലാലേട്ടൻ ഡയലോഗൊന്നും ഇല്ല അതിൽ. വളരെ ചുരുക്കം ഡയലോഗുള്ളൂ. പുള്ളി നിൽക്കുന്നു ഉദ്ദേശിച്ച് നോക്കുന്ന സംഭവമൊക്കെ ഉള്ളൂ. അല്ലാതെ ലാലേട്ടൻ ഡയലോഗ് കൊടുത്തില്ല. ഒരു കണക്കിന് കൊടുക്കാതെ തന്നതല്ല. സിനിമയും എഡിറ്റിങ്ങൊക്കെ കയറി വരാൻ ഇടയ്ക്ക്. അതുകൊണ്ട് ഒരുപാട് ഡയലോഗ് കൊടുക്കാതിരിക്കുന്നത് നല്ലത്. പിന്നെ ഇൻ്റർവെല്ലിൽ പഞ്ച് ഒന്നും ഇല്ലായിരുന്നു. എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. ഫിലിം അത്യാവശ്യം നല്ല ലാഗും ചെറിയതായിട്ട് ബോറടിപ്പിക്കുകയും ചെയ്തു.
സെക്കൻഡ് ഹാഫിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സംഭവമുണ്ട്. അവിടെയാണ് നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളി ഉണർന്നത്. പിന്നെ അങ്ങോട്ട് പുള്ളി വെള്ളം മുണ്ടൊക്കെ എടുത്ത് നിന്ന് ഇടിയും അതിൻ്റെ വേറൊരു മോഡുലേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവിടെ ആ ഒരു സോങ് പ്ലേസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നിയില്ല. അതിന് പകരം മറ്റൊരു ആ ഒരു ജോണറിലുള്ള സോങ് കൊടുത്തിരുന്നെങ്കിലോ കൊള്ളായിരുന്നു. പക്ഷെ എന്തോ ഫസ്റ്റത്തെ ഫൈറ്റ് സ്റ്റാർട്ടിങ്ങും ലോജിക്കലി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ചോദിക്കാൻ ചോദ്യങ്ങൾ ഒരുപാടുണ്ട്, ഇല്ലോജിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ ചെകഞ്ഞെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും ആ ഒരു മേക്കിംഗ് നൈസായിരുന്നു. മരത്തിലെത്തി ആ സമയത്ത് ഇടിവെട്ടി തീ പറയുന്നില്ല. നല്ലൊരു ഫൈറ്റ് സീനുണ്ട്. ഇൻ്റർവെല്ലിന് ശേഷമുള്ള ഫൈറ്റ് സീനിൽ നമ്മുടെ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ടാണ് പുള്ളി വരുന്നത്. അപ്പോൾ ഖുറേഷി അബ്രഹാം അല്ല, സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. അപ്പോൾ അവിടെ ഒരു ചെറിയ സീൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ അപ്പോൾ ഞാൻ ഇൻ്റർവെല്ലിന് ശേഷം പടം നല്ല ഹൈയിൽ കയറി, പടം നല്ല ലെവലിൽ നിൽക്കുകയാണ്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് സെറ്റായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ വീണ്ടും അങ്ങോട്ട് പടം തണുത്ത് കുറേ മഞ്ജു വാര്യറും കുറേ രാഷ്ട്രീയവും പ്രസംഗവും അത് ഇത് നല്ല രീതിയിൽ രാഷ്ട്രീയത്തിനിട്ട് പണിയുന്നുണ്ട്. മുരളീഗോപിയുടെ എഴുത്തല്ലേ, പുള്ളി നല്ല പണികൾ അതിനകത്ത് ഓരെല്ലാ BJP ഇട്ട് നല്ല രീതിയിൽ കുത്തുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ക്ലൈമാക്സോട് അടുക്കും തോറും ഒന്നുമില്ലടേ. പിന്നെ അങ്ങോട്ട് എന്തൊക്കെയോ ഇവിടെയൊക്കെയോ നടക്കണം. ഒരു സീൻ ഇങ്ങനെ കയറിയല്ല, ECG ഗ്രാഫ് പോകുന്ന പോലെയാണ്. കയറി വരും, താഴെ പോകും, വീണ്ടും കയറിയിട്ട് താഴെ പോകും, പിന്നെ അങ്ങോട്ട് താന്നു തന്നെ പോകും. അതേപോലെ ഒന്നും നമുക്കങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. ഒരു ഗൂസ് ബം മൊമെന്റ്സ് അങ്ങോട്ട് വരുന്നില്ല. പക്ഷെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ നമുക്കങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല. അങ്ങോട്ട് ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലൈമാക്സ് അങ്ങോട്ട് അടുക്കുമ്പോഴത്തേക്ക് ഒരു ഫൈറ്റ് വരുന്നുണ്ട്. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പൃഥ്വിരാജിനെയും ലാലേട്ടനെയും കൂടെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കാണിക്കാൻ വേണ്ടി, ആൾക്കാരെ കയ്യടി വാങ്ങാൻ വേണ്ടി കുറേ സ്ലോ മോഷൻ കൊടുത്ത് കൃത്യ കയറ്റി. ലാലേട്ടനാണെങ്കിൽ യാതൊരു എക്സ്പ്രഷനും ഇല്ലാതെ ഒരു സൈഡിൽ നിൽക്കുന്നു. പൃഥ്വിരാജാണെങ്കിൽ മുഖത്ത് കുറേ ഫെറാൻ ലവ്ലിയും വാരിയിട്ട് നല്ല വെളുത്ത് തൊടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നിന്ന് ഇടി ഉണ്ടാക്കുകയാണ്. അപ്പം ഇപ്പം നമ്മൾ ക്ലൈമാക്സ് ഫൈറ്റ് സീൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വില്ലനുമായിട്ട് നേരിട്ടുള്ളൊരു ഫൈറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു 10-15 ഇടി നമ്മുടെ നായകനെ കൊണ്ടാലേ നമുക്ക് ആ വില്ലനോട് വീണ്ടും ഒരു ദേഷ്യം വരെ കൊല്ലണം എന്നുള്ളൊരു സംഭവമൊക്കെ വരത്തുള്ളൂ. ഇത് പൃഥ്വിരാജും കൂടെ ഒരു കറുപ്പും ഇട്ട് ഇങ്ങനെ വന്ന് ആക്ഷൻ കാണിക്കുന്നു, സ്ലോ മോഷൻ എടുക്കുന്നു. മോഹൻലാലാണെങ്കിൽ അവിടെ തറയെ ഇടികൊണ്ട് കിടക്കുന്നവന്മാരെ പിന്നെയും പൊക്കിയെടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്നു. പൃഥ്വിരാജ് ഇവിടെ വില്ലനെ ചവിട്ടി കൂട്ടുന്നു. പൃഥ്വിരാജിൻ്റെ മുടിനാര് പോലും അനങ്ങുന്നില്ല. പുള്ളിക്കാരൻ നല്ല സുന്ദരനായിട്ടിരിക്കുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് എന്നൊക്കെ പറയുമ്പം നമുക്ക് ആ വില്ലനോട് അവനെ കൊല്ലണം എന്നുള്ളൊരു ദേഷ്യമൊക്കെ വരണ്ടേ. ഇത് വാരി പറക്കിയിട്ട് ഇടി തന്നെ. പൃഥ്വിരാജാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതി മേക്കപ്പൊക്കെ ചെയ്ത് ഒരു സുന്ദര കുട്ടപ്പനായിട്ട് കുളിച്ചൊരുങ്ങി എന്നുള്ള ഫൈറ്റ്. ഒരു തുള്ളി രക്തം പോലെ, അത് ഇടയ്ക്കങ്ങോട്ടൊരു അടി കൊള്ളുമ്പോൾ ഇവിടെ ഒരു മുറി അല്ലാതെ നമുക്കങ്ങോട്ട് പറ്റണില്ലടേ, എന്തോ പോലെ എനിക്കത്. അല്ലെ പിന്നെ ഒരു കാര്യം ചെയ്യണം, ലാലേട്ട കളത്തിൽ ഇറങ്ങരുതായിരുന്നു. ഈ സയ്യിദ് മസൂദിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിൻ്റെ വില്ലനെ കൊണ്ടുവന്ന് ഇട്ട് തന്നിരിക്കുന്നു, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ കാലും വെച്ച് ഒന്നും ചെയ്യാതെ നിന്നാലും മതിയായിരുന്നു. എങ്കിലും അതിനകത്തൊരു രസം ഉണ്ടായിരുന്നു. ഇത് ലാലേട്ട അവിടെ ഇരിക്കുന്ന ഗുണ്ടകളെയൊക്കെ അയാൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ആ ക്യാരക്ടറിൻ്റെ വലിയ ഡെപ്താക്കി വെച്ചിരിക്കുന്ന, ലൂസിഫറിനകത്ത് അത്രയും ഡെപ്ത് കൊടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടൊരു കൂലിത്തല്ലുകാരനാക്കിയാണ്. അതേപോലെ നമ്മൾ പുഷ്പയിൽ ഫഹദ് ഫാസിലിന് സംഭവിച്ച പോലെയായിരുന്നു ഇതിനകത്തും എനിക്ക് ഫീൽ ചെയ്തത്. അതേപോലെ നല്ല ഏകദേശം അതേപോലെയൊക്കെ തന്നെ. കാരണം ഖുറേഷി അബ്രഹാം എന്ന് പറയുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ അവിടെ അവരെ വിഷയം കെടുത്ത് മിസൈലിട്ട് കൊന്നിട്ട് പോയാലും അതിനൊരു രസമുണ്ടായിരുന്നു. ഇത് കണ്ണിക്കണ്ട കൂറ സാധനം ഈ ആൾക്കാരെയൊക്കെ പിടിച്ച് ചത്ത് കിടക്കുന്നവരെയൊക്കെ എടുത്തിട്ട് ഇടിക്കുകയാണ്. ഇടിച്ചിട്ട് ഇങ്ങനെയുള്ള ഇവിടെ ഒരു ഉദ്ദേശിച്ചുള്ള നോട്ടവും ആ നോട്ടത്തിലൊന്നും ഒരു രസമില്ലടേ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പുള്ളി പോയി മറ്റേ ഉക്രിയുടെയൊക്കെ സിനിമ ഉണ്ടല്ലോ, ആറാട്ടും മറ്റേ കുറേ തൊലിഞ്ഞ സിനിമകൾ ഇറക്കിയല്ല, അതിനകത്തൊക്കെ വെച്ചും പുള്ളിയുടെ ചില കാര്യങ്ങളിലൊക്കെ പുള്ളി മൊത്തത്തിലൊരു കോമഡി ടൈപ്പായി പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളി ദേഷിച്ച് നോക്കിയിട്ടും പുള്ളി വരുന്നുണ്ട് എന്നൊക്കെ പറയപ്പം KGF സിനിമയ്ക്കകത്ത് നമ്മുടെ വില്ലൻ അവരോടൊക്കെ പോയി ഞാൻ വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു എന്തോ നടക്കാൻ പോകുന്നൊരു സംഭവമുണ്ട്. പക്ഷെ ഇതിനകത്ത് ലാലേട്ടൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒന്നുമില്ലടേ. ഒന്നും നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവുന്നില്ല.
പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ മേക്കിംഗ് വൈസ്, അതായത് ചില സീനുകൾ എടുത്തു വെച്ചിരിക്കുന്ന രീതികൾ, ഓരോ ഫ്രെയിമുകളെല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, കിടുവായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. കണ്ടിരിക്കുക, കണ്ണിനെ കുളിര് കോരുന്ന നല്ല കേടിലെ സീനുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ലൈറ്റിംഗ് ഒക്കെ ആയാലും പക്ക ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റോറി വൈസ് ആണോ അതോ എന്താണെന്ന് അറിയില്ല, നമുക്ക് അങ്ങോട്ട് ടച്ച് ആവുന്നില്ല. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഫിലിം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ആവറേജ് ഫിലിമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷേ മലയാള സിനിമയിൽ ഇത്രയും ബഡ്ജറ്റിലും ഇത്രയും നല്ല ഒരു മേക്കിങ്ങിലും ഇറങ്ങുന്ന ആദ്യത്തെ ഒരു ഫിലിമാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ നമുക്ക് അതൊരു വർത്താണ്. പക്ഷേ ഒരു മോശം ഫിലിമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത്ര കൂറ ഫിലിമോ ഒന്നുമല്ല, അടിപൊളി സിനിമയാണ്. നമുക്ക് വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഐ ഡോണ്ട് നോ. എനിവേ, താങ്ക് യു. കാണാത്തവരുണ്ടെങ്കിൽ ഒരുപാട് കാത്തിരുന്ന് കഥയൊക്കെ കേട്ടിട്ട് പോവാതെ ഫ്രഷ് മൈൻഡോട് കൂടി പോയി സിനിമ കാണാൻ ശ്രമിക്കും. ഓക്കെ, ബൈ.